ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇതുവരെയായിട്ട് PSC റിലേറ്റഡ് ആയിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ബുള്ളറ്റിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. PSC ബുള്ളറ്റിൻ ഓരോ മന്തും 2 ലക്കം വെച്ചാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒക്ടോബർ ഫസ്റ്റ് പാർട്ട് മാത്രമേ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നുകൊണ്ടാണ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി മുതൽ വീഡിയോസ് എന്തായാലും ഉണ്ടാവും. PSC ബുള്ളറ്റിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് 2 പാർട്ടായിട്ട് എല്ലാ മന്തിലെയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ ഒക്ടോബർ സെക്കൻഡ് പാർട്ടിലെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഒരു കറണ്ട് അഫെയർ, അന്താരാഷ്ട്ര ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യൻ താരമായി ഇന്ത്യയുടെ ലിയാണ്ടർ പേസ്. അപ്പോൾ അന്താരാഷ്ട്ര ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏഷ്യക്കാരൻ ആരാണ്? അത് ഇന്ത്യക്കാരനായ ലിയാണ്ടർ പേസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തിക്കുക. അന്താരാഷ്ട്ര ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? അത് ലിയാണ്ടർ പേസ് ആണ്. അദ്ദേഹം ഇന്ത്യക്കാരനാണ്. അടുത്തത്, മാലിദ്വീപ് പ്രസിഡന്റായി ചൈനീസ് അനുകൂലി മുഹമ്മദ് മുയിസു തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ മാലിദ്വീപിൻ്റെ പ്രസിഡന്റായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മുഹമ്മദ് മുയിസു ആണ്. അദ്ദേഹം ചൈനീസ് അനുകൂലിയാണ്, അതായത് ചൈനയ്ക്ക് പ്രോ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളാണ് മുഹമ്മദ് മുയിസു. മാലിദ്വീപ് പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. PSCയിലെ ഇടയ്ക്ക് ഡിഫറെൻറ്റ് കൺട്രീസിലെ പ്രസിഡൻ്റൊക്കെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്നതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. മാലിദ്വീപ് പ്രസിഡന്റായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് മുയിസു ആണ്. അടുത്തത്, CH മുഹമ്മദ് കോയയുടെ പേരിൽ കുടുംബം ആരംഭിച്ച CH മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ പ്രഥമ പുരസ്കാരം MA യൂസഫ് അലിക്ക്. അപ്പോൾ CH മുഹമ്മദ് കോയയുടെ പേരിൽ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു അവാർഡ് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ MA യൂസഫ് അലിക്കാണ് അത് കിട്ടിയത്. അടുത്തത്, വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ്റെ പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം ISROയുടെ ചെയർമാൻ S സോമനാഥിനാണ് കിട്ടിയത്. അതായത് വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ ആദ്യമായിട്ട് കൊടുക്കുന്ന വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം എന്നൊരു പുരസ്കാരമുണ്ട്. അത് ആദ്യമായിട്ട് കിട്ടിയത് ആർക്കാണ്? ISROയുടെ ചെയർമാനായിട്ടുള്ള S സോമനാഥിനാണ്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയത് S സോമനാഥിനാണ്. ഏതാണ് ആ പുരസ്കാരം? വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം. അടുത്തത്, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് PTI ചെയർമാനായി ഡെക്കാൻ ഹെറാൾഡിലെ KN ശാന്തകുമാർ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? KN ശാന്തകുമാർ ആണ്. അദ്ദേഹം ഡെക്കാൻ ഹെറാൾഡിലാണ് കറൻ്റ്ലി വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹം പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ്. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിനെ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ എന്ന സ്ഥലത്തിനെ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് എന്നതിനുള്ള ഗോൾഡ് അവാർഡിന് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വയ്ക്കുക. അടുത്തൊരു കറണ്ട് അഫെയർ, റിലയൻസ് റീറ്റെയിലിൻ്റെ ഓൺലൈൻ വിപണിയായ ജിയോ മാർട്ടിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണിയെ നിയമിച്ചു. റിലയൻസിൻ്റെ ഓൺലൈൻ വിപണിയായ ജിയോ മാർട്ടിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. നെക്സ്റ്റ് വൺ, 3D പ്രിൻറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടം അമേസ് 28 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. 3D പ്രിൻറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ കെട്ടിടം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അമേസ് 28 ആണ്. അത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിൻ്റെയും ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതിൻ്റെയും റെക്കോർഡ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക്. സിക്സർ നേട്ടത്തിൽ ക്രിസ് ഗെയിലിനെയും സെഞ്ചുറി നേട്ടത്തിൽ സച്ചിൻ തെണ്ടുൽക്കറിനെയുമാണ് മറികടന്നത്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ആർക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്? അത് രോഹിത് ശർമ്മയ്ക്കാണ്. ആരുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡിനെയാണ് മറികടന്നത്. അതുപോലെ തന്നെ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതിൻ്റെ റെക്കോർഡും ഇപ്പോൾ നിലവിൽ ആർക്കാണ്? രോഹിത് ശർമ്മയ്ക്ക് തന്നെയാണ്. അത് അദ്ദേഹം മറികടന്നത് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ നിലവിലെ റെക്കോർഡിനെ മറികടന്നിട്ടാണ് അദ്ദേഹം മുന്നിലെത്തിയത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, 2023 വയലാർ സാഹിത്യ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക്.
ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. അപ്പോൾ അവാർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് സാഹിത്യവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അവാർഡുകൾ PSCയുടെ വളരെ ഇഷ്ടപ്പെട്ട മേഖലയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. 2023 വയലാർ സാഹിത്യ അവാർഡ് കിട്ടിയത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ശ്രീകുമാരൻ തമ്പിക്കാണ് വയലാർ അവാർഡ് കിട്ടിയത് 2023. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ് വൺ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 തുറമുഖത്തെത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായിട്ടുള്ള കപ്പൽ എത്തിയത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നുള്ള കപ്പലാണ്. അതിൻ്റെ പേര് ഷെൻഹുവ 15. അപ്പോൾ ഏതാണ് കപ്പൽ എന്ന് ഓർത്ത് വയ്ക്കുക, ഏത് രാജ്യത്തിൻ്റെ കപ്പലാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഒക്ടോബർ 2nd പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആദ്യം അത് കാണുക, അതിനുശേഷം സെക്കൻഡ് പാർട്ട് കാണുക. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നവംബറിലെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഡിസംബറിലെ ഫസ്റ്റ് പാർട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഡിസംബറിലെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ PSC ബുള്ളറ്റിൻ റിലേറ്റഡ് വീഡിയോസ് മാത്രമല്ല, അതല്ലാതെ സബ്ജക്റ്റ് വൈസ് വീഡിയോസും പിന്നെ SCRT NCRTനെ റിലേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓൾറെഡി ചാനലിൽ കുറച്ച് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തൊരു നല്ല ക്ലാസ്സിൽ കാണാം. താങ്ക് യു.